ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നന്ദിയോട് പടക്കശാലയ്ക്ക് തീപിടിച്ചു. ശ്രീമുരുക പടക്കശാലയ്ക്കാണ് തീപിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കടയുടമ ഷിബുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, വലിയ പടക്ക യൂണിറ്റാണോ അതോ സംഭരണ കേന്ദ്രമാണോ? എന്താണ് സംഭവിച്ചത്? സുജയ, തിരുവനന്തപുരം ജില്ലയിലെയും സംസ്ഥാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണ സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ആലമ്പാറ എന്ന് പറയുന്ന പ്രദേശം. ഇന്ന് രാവിലെ 10:30 ഇവിടുത്തെ ഒരു പടക്ക നിർമ്മാണ യൂണിറ്റും ഒപ്പം വിൽപ്പനശാലയുമായിട്ടുള്ളൊരു ചെറിയ ഷോപ്പാണ്, ഷെഡാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഒരാൾ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ഉടമയായിട്ടുള്ള ഷിബു. അദ്ദേഹം ഇതൊരു പ്രാദേശിക മേഖലയാണ്, ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ശ്രദ്ധ പോകാറില്ല. പെട്ടെന്ന് സ്ഫോടനം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഓടിയെത്തുന്നതും ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ തന്നെ തൊട്ടടുത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ്, പോലീസും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ എന്താണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണം എന്നുള്ളത് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരേക്കും. ശ്രീമുരുക പടക്ക നിർമ്മാണശാല വർഷങ്ങളായി അവിടെ പടക്ക നിർമ്മാണം നടത്തുന്നതാണ്. നിലവിൽ നമ്മുടെ അന്വേഷണത്തിൽ എല്ലാ രീതിയിലുള്ള പേപ്പറുകളും ലൈസൻസ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പടക്ക നിർമ്മാണ യൂണിറ്റിന്റെ ഉടമയാണ് പരിക്കേറ്റ ഷിബു. സുജയ, നന്ദിയോട് ഈ പടക്കശാല പ്രവർത്തിച്ചിരുന്ന കെട്ടിടം, അതിന് ഒരുക്കിയിരുന്ന സംവിധാനങ്ങൾ, അതൊക്കെ എങ്ങനെയായിരുന്നു റിനു? നിലവിൽ ഹോളോ ബ്രിക്സ് കെട്ടി മുകളിൽ ആസ്പെറ്റോസ് മേഞ്ഞ ഒരു പടക്ക നിർമ്മാണ കേന്ദ്രമായിരുന്നു. അത് വിൽപ്പനശാലയും കൂടിയാണ്. ചെറിയൊരു യൂണിറ്റാണ്. നിരവധി പേർ അല്ലെങ്കിൽ ഒന്നിലധികം പേർ പണിക്കുണ്ടാകുന്ന, നിർമ്മാണത്തിനുണ്ടാകുന്ന ഒരു കേന്ദ്രമല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പൊട്ടിത്തെറി നടന്ന സമയത്ത് ഇദ്ദേഹം ഷിബു മാത്രം, ഇതിൻ്റെ ഉടമയായിട്ടുള്ള ഷിബു മാത്രമാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏകദേശം 10:45 സമയത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഈ ഉഗ്രസ്ഫോടനം കേട്ടാണ് സമീപവാസികളെല്ലാം അവിടേക്ക് ചെല്ലുന്നത്, വിവരം അറിയുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് വിവരം അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഉടൻ തന്നെ നാട്ടുകാരുടെ ഒരു സഹായത്തോടുകൂടി പൊള്ളലേറ്റ ഷിബുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ദീപാവലി സമയങ്ങളിലും മറ്റ് ആഘോഷ സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പടക്ക വിപണനം നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ആലമ്പാറ എന്ന് പറയുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലമ്പാറ. ഒരു 3 വർഷം മുമ്പാണ് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് ഒരു യുവതി മരണപ്പെട്ടത്. അതിനുശേഷം ഒരു 2 വർഷങ്ങൾക്കപ്പുറം വീണ്ടും ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടുത്തം ഉണ്ടായെങ്കിലും അതിൽ ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഗുരുതരമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുജയ, റിനു സൂചിപ്പിച്ചല്ലോ അവിടെ പടക്ക വിൽപ്പനയും ഉണ്ടായിരുന്നുവെന്ന്. ഏതൊക്കെ തരത്തിലുള്ള പടക്കങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്? ഈ ശിവകാശി പോലെ ഓരോ യൂണിറ്റുകളായി തിരിച്ചുകൊണ്ട് പ്രത്യേക രീതിയിൽ ഓരോ ഇനം പടക്കങ്ങൾ മാത്രം നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ പറയുന്ന നന്ദിയോട്ടായാലും ഇവിടെ ഏത് രീതിയിലുള്ള പടക്കങ്ങളാണ്, അതായത് ഉഗ്ര സ്വഭാവത്തോടെ പൊട്ടിത്തെറിക്കുന്നവയാണോ, ഏത് രീതിയിലുള്ള പടക്കങ്ങളാണ് അവിടെ നിർമ്മിച്ചിരുന്നത്? സുജയ, ഉഗ്രസ്ഫോടനങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഓല കൊണ്ടുള്ള ഓലപ്പടക്കങ്ങളും അല്ലെങ്കിൽ ദീപാവലിക്ക് നമ്മൾ പൊട്ടിക്കുന്ന അമിട്ട് പോലുള്ള പടക്കങ്ങളും മാത്രമാണ്. ചെറിയൊരു യൂണിറ്റാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി യൂണിറ്റുകൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വലുതും ചെറുതുമായ നിരവധി തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തുന്ന യൂണിറ്റുകളുമുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ നിർമ്മാണശാല ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത്. സമീപത്തുണ്ടായിരുന്ന ഒരു ബൈക്ക് ഉൾപ്പെടെ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഷിബുവിന് പരിക്കേറ്റിട്ടുള്ളത്. ഷിബുവിനെ ആ സമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാരകമായി തന്നെ അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതും. ഈ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ, ഈ പടക്ക നിർമ്മാണ യൂണിറ്റിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണം എന്നുള്ളത് നിലവിൽ വിവരം ലഭ്യമായിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ചെറിയ പടക്കങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും നിരവധി, അതായത് ഈ വെടിമരുന്നുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നിർമ്മാണത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുവാനും കാരണമായി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാവിലെ 10:00 തിരുവനന്തപുരം നന്ദിയോട്ടുണ്ടായ പടക്കശാലയിലെ അപകടത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ആ പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതുപോലെയുള്ള നിരവധി യൂണിറ്റുകളുള്ള, അങ്ങനെയുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് അവിടെ
ഉണ്ടായിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയ കടയാണ്. ആ കടയുടെ ഉടമയ്ക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും വഴിയെ അപ്ഡേറ്റ് ചെയ്യാം.